ഗ്രേസമ്മ ആൻറ്റിയും മാമച്ചൻ അങ്കിളും കുര്യച്ചൻ്റെ വീട്ടിലിരുന്ന് സംസാരിക്കുകയാണ്. കുര്യച്ചൻ്റെ മകൻ ജോബിയും ഭാര്യ മീരയും കൂടി വന്നിട്ടുണ്ട്. ജോബി പറയുകയാണ്, മീരയുടെ അച്ഛനോട് പറയാം, പക്ഷേ ഇതൊരു റേപ്പ് കേസായതുകൊണ്ടാണ് പറയാനൊരു മടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രേസമ്മ ആൻറ്റിയും മാമച്ചൻ അങ്കിളും പറയുകയാണ്, അലീന നിരപരാധിയാണ്, അവളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, നമുക്ക് വേറെ ഒന്നും വേണ്ട, അലീന എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവളെ വിടണം, ഇത്ര മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്തിനാണ് അവളെ അടപ്പിച്ചു വച്ചിരിക്കുന്നത് അറിയണം, അത്ര മാത്രമേ അറിയേണ്ടതുള്ളൂ എന്നാണ് മാമച്ചൻ അങ്കിൾ പറയുന്നത്. മീര അച്ഛനെ വിളിക്കാൻ റെഡിയായി. അവൾ അടുക്കളയിലോട്ട് മാറി നിന്ന് അച്ഛനെ വിളിച്ച് സംസാരിക്കുകയാണ്. അച്ഛൻ പറയുന്നു, മോളെ ഇത് വളരെ പ്രമാദമായ കേസാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നാളെ ന്യൂസൊക്കെ വരും, ഇന്നാണ് അറസ്റ്റ് നടന്നത്, പോലീസ് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ സ്റ്റേഷനിൽ വിളിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മീര പറഞ്ഞു, അച്ഛൻ വേറെ ഒന്നും ചെയ്യണ്ട, എന്തിനാണ് അലീനയെ കൊണ്ടുപോയത്, എന്താണ് വിട്ടയക്കാത്തതെന്ന് മാത്രം അന്വേഷിച്ചാൽ മതി, അവൾക്ക് ആരുമില്ല, അവളൊരു ഓർഫനാണ്, പിന്നെ നിരപരാധിയാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ അയാൾ പറയുകയാണ്, നിരപരാധിയാണോ എന്ന് നമുക്കറിയില്ലല്ലോ മോളെ എന്ന് പറഞ്ഞു. അച്ഛൻ അതൊന്ന് അന്വേഷിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അവൾക്ക് വേണ്ടിയിട്ട് ഒരു കുടുംബം ഇവിടെ വന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അന്വേഷിക്കാം മോളെ എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ വെച്ചു. SI CIയുടെ അടുത്ത് വരികയാണ്. CI ചോദിച്ചു, എന്തായി, അവൾ ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ SI പറഞ്ഞു, അവൾ ഒപ്പിട്ട് തരുന്ന ലക്ഷണമില്ല, അവൾ എന്താണ് ഒപ്പിട്ട് തരാത്തത്, എന്താണ് അവളുടെ പ്രശ്നമെന്ന് CI ചൂടാവുകയാണ്. SI പറയുന്നു, അത് കുറേ നാളായ സംഭവമല്ലേ, കുറേ മാസങ്ങളായല്ലോ, ഇനി എന്തിനാണ് ഞാൻ പരാതി എന്നാണ് അവൾ ചോദിക്കുന്നതെന്ന് SI പറഞ്ഞു. CI പറഞ്ഞു, അവളെ കൊണ്ട് പരാതി എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചതിന് ശേഷം മാത്രമേ അവളെ പുറത്ത് വിടാവുള്ളൂ, അവളിവിടെ ഇരിക്കട്ടെ, ഒരു രാത്രി പോലീസ് സ്റ്റേഷനിൽ കഴിയട്ടെ, അപ്പോൾ അവൾക്ക് മനസ്സിലാവും, ഒപ്പിട്ട് തന്നാലേ ഇവിടുന്ന് പോകാൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാവുമ്പോൾ അവൾ ഒപ്പിട്ട് തരും എന്നാണ് CI പറയുന്നത്. SI പറയുന്നു, അവളെ വിരട്ടാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല, പേടിക്കുന്ന ടൈപ്പൊന്നും അല്ലെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ CI പറയുകയാണ്, അവൾക്ക് ബാലചന്ദ്രൻ്റെ നിന്ന് നല്ലപോലെ ക്യാഷ് കിട്ടുന്നുണ്ട്, അപ്പോൾ അയാളുടെ മകനെതിരെ കേസ് കൊടുത്താൽ അവൾക്ക് പണിയാവുമെന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് അവൾ പരാതി തരാത്തതെന്നാണ് CI പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് രാത്രി 12 മണിയാകുമ്പോൾ അവളെയും കൊണ്ട് തെളിവെടുപ്പിന് ആ റേപ്പ് നടന്ന വീട്ടിൽ പോകാം, അപ്പോൾ എന്തായാലും അവൾ പരാതി ഒപ്പിട്ട് തരും. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ SI പറയുകയാണ്, സാർ അത് വേണോ, അത് പിന്നീട് പ്രശ്നമാകില്ലേ, അവൾ നമുക്കെതിരെ കേസ് കൊടുത്താലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ CI പറയുകയാണ്, അവൾ എന്ത് പറഞ്ഞ് കേസ് കൊടുക്കും, നമ്മളതിന് വേറൊന്നും ചെയ്യുന്നില്ലല്ലോ, തെളിവെടുപ്പിനല്ലേ കൊണ്ടുപോയത്, അവൾ ഒരു ക്രൈം ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചവളല്ലേ, അപ്പോൾ അത് കാരണമല്ലേ അടുത്ത ക്രൈം ഉണ്ടായത്, നമുക്ക് പറയാൻ ന്യായങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് CI പറയുകയാണ്. സുലോചന ഹോസ്പിറ്റലിലെത്തി ബാലേന്ദ്രനെ കണ്ടു. ആർക്ക് അസുഖമെന്ന് ഹോസ്പിറ്റലിലായാലും നീ മാത്രമല്ലേ ഉള്ളൂ ശുശ്രൂഷിക്കാനെന്ന് ബാലേന്ദ്രൻ പറയുന്നു. അലീന എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ സുലോചന ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, ബാലേട്ടൻ വിഷമിക്കരുത്, അലീനയെ പോലീസുകാർ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയി, പോലീസ് സ്റ്റേഷനിലാണ്, ഇതുവരെയും വിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കണം, അതിന് അലീന എന്ത് തെറ്റ് ചെയ്ത്, എന്തിനാണ് അവളെ കൊണ്ടുപോയത്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യണമെങ്കിൽ വീട്ടിൽ വെച്ച് ആകാമായിരുന്നല്ലോ, ഞാനിവിടെ ഹോസ്പിറ്റലിലാണെന്ന് അവർക്ക് അറിയാമല്ലോ, അവർ മനഃപൂർവ്വം ഇതിങ്ങനെ ചെയ്യുകയല്ലേ, ആ പോലീസുകാരന് എന്തൊരു അഹങ്കാരമാണ്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവുകയാണ്. എന്നിട്ട് കൃഷ്ണമോളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, മോളെ എന്താണ് സംഭവിച്ചത്, അലീന എവിടെയെന്നൊക്കെ ചോദിച്ചു. അവൾക്ക് എന്നിട്ട് കൃഷ്ണമോളോട് വഴക്ക് പറഞ്ഞ്, എന്നെ ഇതൊന്നും അറിയിക്കാത്തത് എന്താണെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ബാലചന്ദ്രൻ പെട്ടെന്ന് ചാടി എണീക്കാൻ നോക്കുകയാണ്. അപ്പോൾ സിസ്റ്ററും സുലോചനയും കൂടി പിടിച്ച് കിടത്തി. സിസ്റ്റർ വഴക്ക് പറഞ്ഞു, എന്താ സാർ ഇത് കാണിക്കുന്നത്, അവിടെ അടങ്ങി കിടക്കുമെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞിട്ട് സുലോചനയോടും പറയുകയാണ്, നിങ്ങൾ എന്താണ് ഈ ചെയ്തത്, ഇതൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് അറിയില്ലേ, ഇതൊക്കെ എന്തിനാണ് ഇവിടെ വന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറഞ്ഞു. എല്ലാം ശരിയാവും, ഗോവർദ്ധനേട്ട എല്ലാം ശരിയാക്കി നോക്കിക്കോളൂ എന്നൊക്കെ സുലോചന ബാലചന്ദ്രനെ സമാധാനിപ്പിച്ചു. ഈ സമയം വൈജയന്തിയുടെ അടുത്ത് ഒരു സിസ്റ്റർ വന്ന് പറയുകയാണ്, നിങ്ങളുടെ ഭർത്താവിൻ്റെ സഹോദരി ഇവിടെ വന്നിട്ടുണ്ട്, അവരെന്തോ പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ സാറ് ചൂടായല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെ വീട്ടിൽ നിന്ന് ആ കുട്ടിയിലെ അലീന, അവളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത് കേട്ടപ്പോൾ വൈജയന്തിക്ക് ഭയങ്കര സന്തോഷമായി. ആഹാ, അതെങ്ങനെ, എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കറിയില്ല, എന്നാലൊന്ന് സുലോചനയോട് ഇവിടെ വരെ വരാൻ പറയുമെന്ന് വൈജയന്തി ആ സിസ്റ്ററോട് പറഞ്ഞയച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ സുലോചന അവിടെ എത്തി. അലീനയെ അറസ്റ്റ് ചെയ്തു അല്ലേ എന്ന് ചോദിച്ച് വളരെ സന്തോഷത്തോടെ ചോദിക്കുകയാണ്. അപ്പോൾ സുലോചന പറഞ്ഞു, അതേന്ന് പറഞ്ഞപ്പോൾ അതെന്തായാലും നന്നായി, അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കണം, എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്, ചേച്ചിയുടെ മകൻ അവളുടെ മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അവൾ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്ന് ചോദിക്കാനാണ് പോലീസ് അവളെ വിളിച്ചു വരുത്തിയത്.
ഇത് കേട്ട് വൈജയന്തി ആകെ വല്ലാതായി. കാരണം മറ്റു സിസ്റ്റർമാർ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെയും സുലോചന പറഞ്ഞു, അവൾ എന്തുകൊണ്ട് അന്ന് പരാതിപ്പെട്ടില്ല? അന്ന് സ്വന്തം വയറ്റിൽ കത്രിക കുത്തിക്കയറ്റി അവൾ രക്ഷപ്പെട്ടില്ലേ? ഇതൊക്കെ എന്തിനാണ് മറച്ചു പിടിച്ചത് എന്നൊക്കെയാണ് പോലീസ് ചോദിക്കുന്നത്. അതിനെപ്പറ്റി അന്വേഷിക്കാനാണ് അവളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത്. അവളെ കൊണ്ട് പരാതി എഴുതി ഒപ്പിടിയിപ്പിച്ചിട്ട് വിടാൻ വേണ്ടിയാണ് പോലീസ് വെയിറ്റ് ചെയ്യുന്നത്. രോഹിത്തും നിങ്ങളുടെ സഹോദരൻ്റെ മകൻ ഹരിശങ്കറും കൂടി അവൾക്ക് മയക്കുമരുന്ന് കലക്കി കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള പരാതി എഴുതി ഒപ്പിട്ട് വാങ്ങിക്കാൻ വേണ്ടി പോലീസ് അവളെ പിടിച്ചിരുത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ആദ്യം ചേച്ചി ഒരു കാര്യം ചെയ്യും, ഒരു +2 പഠിക്കുന്ന കുട്ടിയെ നിങ്ങളുടെ മകനും സഹോദരൻ്റെ മകനും കൂടി റേപ്പ് ചെയ്ത് ഹോസ്പിറ്റലിലാക്കിയില്ലേ, അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ നോക്ക്. അതിനുശേഷം അലീന ജയിലിലായതിനെ കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കാമെന്ന് പറഞ്ഞിട്ട് സുലോചന തിരിച്ചുപോയി. വൈജയന്തി ആകെ വിഷമിച്ച് എന്ന് വെച്ചാൽ ആ സിസ്റ്റർമാരെല്ലാം നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. വൈജയന്തി ഒന്നും മിണ്ടാതെ കിടന്നു. അടുത്ത് അലീനയെ കാണിക്കുന്നുണ്ട്. അലീന പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ CI പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് വന്നു. എന്നിട്ട് അലീനയെ തറച്ച് നോക്കുകയാണ്. എന്നിട്ട് ഇവൾ പരാതി ഒപ്പിട്ട് തന്നോ എന്ന് വനിതാ പോലീസിനോട് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവളെ മുകളിൽ എൻ്റെ റൂമിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് CI മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ വനിതാ പോലീസ് വന്ന് അലീനയോട് പറയുകയാണ്, നീ ഒപ്പിട്ട് കൊടുക്കുക കൊച്ചേ, എന്തിനാണ് ഇങ്ങനെ വാശി കാണിക്കുന്നത്? പണിക്കർ സാർ ഒരു കാര്യം വിചാരിച്ചാൽ നടത്തിയിട്ടേ വിടുകയുള്ളൂ. നിന്നെ മുകളിലോട്ട് വിളിപ്പിച്ചെങ്കിൽ നീ ഒപ്പിടാതെ നിനക്ക് തിരിച്ചിറങ്ങി വരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അലീന വളരെ ബോൾഡായി സംസാരിക്കുകയാണ്. ഇതെന്താ ഇവിടെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന സ്ഥലമൊന്നും അല്ലല്ലോ, ഇതൊരു പോലീസ് സ്റ്റേഷനല്ലേ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ നാളെ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുമെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്തായാലും നിങ്ങൾ നാളെ എന്നെ ഒന്നുകിൽ കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞോളാം. എന്നോട് എങ്ങനെയാണ് നിങ്ങളെല്ലാം സമീപിച്ചതെന്ന് ഞാൻ പറഞ്ഞോളാം. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ നാളെ വെറുതെ വിടും. അപ്പോൾ ഞാൻ മീഡിയക്കാരോട് പറഞ്ഞോളാം എനിക്കിവിടെ എന്താണ് ഞാൻ നേരിട്ടതെന്ന് ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ അലീന പറഞ്ഞു. നീ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവളെ രൂക്ഷമായി നോക്കുന്നുണ്ട്. അപ്പോൾ അലീന പറഞ്ഞു, ഞാൻ എവിടെയാണ് വരേണ്ടത്? ഞാൻ അദ്ദേഹത്തിൻ്റെ റൂമിലോട്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് അലീന വളരെ ധൈര്യപൂർവ്വം CIയുടെ റൂമിലോട്ട് പോവുകയാണ്.